കാത്തിരിക്കുകയാണ്. കാരണം ടർബോ എന്നുള്ളൊരു സിനിമ റിലീസ് ആവാനായിട്ട് പോവുകയാണ്. ആൻഡ് ദിസ് ടൈം ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് അവരുടെ 10ാമത്തെ മമ്മൂക്ക ചിത്രമാണ്. ഓസ്ലറും കൂടി ചേർന്ന് നോക്കുകയാണെങ്കിൽ 11ാമത്തെ സിനിമ അവരിവിടെ എത്തിക്കുകയാണ്. GCC കൺട്രീസിലൊക്കെ തന്നെ റിലീസ് ആവാനായിട്ട് പോവുകയാണ്. ട്രെയിലറും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ടർബോ ജോസിനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ വാക്കുകൾ കേൾക്കാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്റെ പേരിലും ഒബിയസ്ലി ട്രൂത്ത് ഗ്ലോബലിന്റെ പേരിലും ഈ ഒരു പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. UAE പ്രമുഖരായ മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കൂടാതെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. മമ്മൂക്ക സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ ആൾക്കാരും കാത്തിരിക്കുന്നത്. മമ്മൂക്ക, ഒരുപാട് സന്തോഷം കാണാൻ കഴിയുന്നതിൽ. നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെടുത്ത് എന്താണ് പറയുന്നത്? നമസ്കാരം. ഉപചാരങ്ങളെല്ലാം കഴിഞ്ഞ് സംസാരിച്ചു. ഇത് ടർബോ സിനിമയുടെ പ്രൊമോഷണൽ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞിരിക്കുകയാണ്. ആളുകളെ ഓരോ സ്ഥലത്ത് പോയി കണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദുബായിലാണ് ഇത് അവസാനിക്കുന്നത്. ദുബായിലൊന്ന് ഞങ്ങളിവിടെ ഇതിൻ്റെ ടീസറിൻ്റെ ലോഞ്ചിന് വന്നിരുന്നു. അന്ന് നിങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ചവങ്ങൽ തീരട്ടെ എന്ന് കരുതിയാണ് ലാസ്റ്റ് മൊമെൻ്റ് ആണെങ്കിലും ദുബായിലെ പ്രസിനെ ഒന്ന് കാണുന്നത്. സിനിമ ഒരു വലിയ സംരംഭമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏകദേശം 110 ദിവസത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തു. 185-90ഓളം നടീനടന്മാരുണ്ട്. അതിനനുസരിച്ചുള്ള മറ്റ് സാങ്കേതിക വിദഗ്ധരും എഴുത്തുകാരും അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരുപാട് കാലത്തെ പരിശ്രമമാണ്. സിനിമ ഏകദേശം 7 മാസമായി നമ്മൾ സിനിമ ആരംഭിച്ചിട്ട്. സിനിമ ഇപ്പോഴാണ് റിലീസാവാൻ വരുന്നത്. ഞങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയാണിത്. ഞങ്ങൾ ഇതുവരെ എടുത്തതിൽ ഏറ്റവും ചെലവേറിയ സിനിമയാണ്. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയും ലേശം ടെൻഷനൊക്കെ ഉള്ളൊരു സിനിമയാണ്. അതുകൊണ്ടല്ല, ഏതൊരു സിനിമയും നമ്മൾ സിനിമ റിലീസായ മുൻപ് നിർമ്മാതാവ് മരിച്ചൊരു ആക്ടർ എന്ന നിലയിലും ശരി ഒരു ലേശം സംഭ്രമം ഉണ്ടാവും നമുക്കെല്ലാവർക്കും. എനിക്കും അതുകൊണ്ടില്ല എന്ന് പറയില്ല, എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ പ്രേക്ഷകൻ്റെ മുമ്പിലേക്കൊരു സിനിമ ഇറങ്ങുമ്പോൾ ഇത് എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതിനെ പറ്റി വലിയ ആകാംക്ഷ ഉണ്ടാകും. പലപ്പോഴും പോസിറ്റീവ് ആകണമെന്ന് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയുള്ളൊരു നെഞ്ചിരിപ്പ് കുറച്ച് നേരെ ഏതായാലും ഉണ്ടാകും. അത് ഇല്ലെന്ന് പറയുന്നത് സത്യമാവില്ല. ഏതായാലും ദുബായിലും ഒരു വലിയ റിലീസാണ് ഇതിൻ്റെ നമ്മുടെ ട്രൂത്ത് ഗ്ലോബൽ ചെയ്യുന്നത്. 23-ാം തീയതിയാണ് റിലീസ്. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ഈ സിനിമയുടെ ഒരു പ്രൊമോഷനാണെന്ന് വിചാരിച്ച് സിനിമയെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അധികം നേരം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഏതായാലും സന്തോഷം. മിഥുൻ, തീർച്ചയായിട്ടും 2 വാക്ക് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ഓസ്ലറിന് ശേഷം ഈ ഒരു സിനിമ വരികയാണ്. ഒപ്പം മമ്മൂക്കയുടെ ഒരു ഫുൾ ഓൺ മൂവിയാണിതെന്ന് പറയാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് രണ്ടുപേരും കൂടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കഥാപാത്രം ഇങ്ങനെ എഴുതുന്ന സമയത്ത്? എക്സൈറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് പറഞ്ഞ പോലെ പേടിച്ച് കുറച്ച് സംരംഭത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്തതിൽ, മമ്മൂട്ടി കമ്പനിയുടെ മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. വലിയ സമത് ഒരു വലിയ റിലീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല റെസ്പോൺസാണ്, ട്രെയിലറിന് നല്ല റെസ്പോൺസാണ്. അപ്പം ഒരു വലിയ റിലീസിലേക്ക് ഞങ്ങളുടെ സിനിമ എത്തുമ്പം അതിൻ്റെ ഒരു ആകാംക്ഷ, സംരംഭം എല്ലാം ഉണ്ട്. പിന്നെ വൈശാഖേട്ടൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം നല്ല ടെക്നീഷ്യന്മാരും നമുക്ക് പോലത്തെ നമുക്ക് പറഞ്ഞ പോലെ 100-ഓളം ആർട്ടിസ്റ്റുകളും 110 ദിവസത്തോളം ജോലി ചെയ്ത് പുറത്തിറക്കുന്ന ഒരു സിനിമ, ഒരു എൻ്റർടൈനർ എടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ട്രെയിലർ നിങ്ങൾ കണ്ടതാണ്, പടത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ജോണർ എന്താണെന്നും ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. 23-ാം തീയതി സിനിമ എത്തുന്നു, എല്ലാവരും കാണണം. നിങ്ങളുടെ പ്രതികരണം പോസിറ്റീവായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. Thanks so much, Mithun. And we have Mr. Rashmi Shetty. How was your experience working with Mammootka? Yeah, it was a great experience. Namaskaram. So, my character name is Vetrivel Shanmugasundaram. And he's a very confident man, and he has some goals. And to achieve that, I think he'll be walking any route. And to play such a big role in front of such a big legend was a little scary and, of course, intimidating. പക്ഷേ ഒരു നല്ല ഒരു
accompany ചെയ്യുന്ന ഒരു ആക്ടറാണ്. He always teaches you to, like, you know, if you are a little uncomfortable, he senses it and he makes you comfortable. The first day was a little scary because it was a very big monologue, and in this cinema I speak Tamil. എനിക്ക് തമിഴ് അറിയില്ല, മലയാളം കുറച്ചും കൂടി അറിയും. And in the last moment, actually, I by-hearted the dialogue and came to the set because I'm acting in front of him. I was already a little scared, and then suddenly director asked me to speak in Malayalam. And that was almost like, you know, one-page monologue, and sir was doing nothing in the scene, staring at me because that was his scene. Now you need to speak Malayalam in front of the legend. And I knew that, like, you know, am I speaking all right? Like, you know, is it fine and everything? And then fortunately he could sense that, like, you know, I'm a little uncomfortable and little conscious. Then he actually, you know, casually, this can be told like this can be told like this, and he guided me. And then I could sense that he's not judging me. Now I can actually do better. So that is how, like, you know, it was a very good experience. And the whole technician list, they were very passionate, and even though I'm a director, it was a film school for me because the way they are operating, the way he had written, I was learning and observing everything because it's a big canvas. I have never worked in this big canvas. So it was a great experience. Thank you so much. And we have Anjana Jaiprakash. ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട് ഹംസധ്വനിക്ക്. അതിനുശേഷം വീണ്ടും നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു സിനിമയിലൂടെ. എന്താണ് അഞ്ജന ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത്? നമസ്കാരം. ഇതിലെൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇന്ദുലേഖ എന്നാണ്. മലയാളത്തിൽ എൻ്റെ രണ്ടാമത്തെ പടത്തിൽ തന്നെ ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ, മിഥുൻ ചേട്ടൻ എഴുതിയ പടത്തിൽ, വൈശാഖ് സർ സംവിധാനം ചെയ്ത പടത്തിൽ അഭിനയിക്കുക, ഇറ്റ് ഈസ് മൈ ബ്ലെസ്സിങ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്കൊരു വെരി സ്ട്രോങ് കാസ്റ്റ് ആൻഡ് ക്രൂ. ട്രെയിലറിന് കിട്ടിയ നല്ല റെസ്പോൺസ്, ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആണ്, ഞങ്ങളെല്ലാം നെർവസും ആണ്. അപ്പോൾ 23rd വെയിറ്റ് ചെയ്യുന്നു. ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി എ ഗ്രേറ്റ് ഫിലിം. താങ്ക് യു. സമദ് ഭായി ഉണ്ട്. സമദ് ഭായി, ഇപ്രാവശ്യം ഈ ഒരു സിനിമ ഒരു ഗംഭീര റിലീസാണ് നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയോടൊപ്പമുള്ള 10ാമത്തെ ചിത്രം, ഓസ്ലറും കൂടി ചേർന്ന് നോക്കുകയാണെങ്കിൽ 11 എന്ന് പറയാനായിട്ട് പറ്റും. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം? എന്തൊക്കെയാണ് നിങ്ങൾ മെയ് 23 ഒരുക്കിയിരിക്കുന്നത്? സമായിക്കും. നമസ്കാരം. ലോകമെമ്പാടുള്ള മലയാളികൾ, ഇന്ത്യക്കാർ, പല രാജ്യക്കാർ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല രാജ്യക്കാരും മമ്മൂക്കയ്ക്ക് കൊടുത്തിട്ടുള്ള അംഗീകാരവും സ്നേഹവും, അതിൻ്റെ ഒരു നല്ലൊരു അംശം ട്രൂത്തിനും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇക്കയ്ക്ക് കൊടുത്തിട്ടുള്ള ആ അംഗീകാരവും സ്നേഹവും ഇത്രയും നാൾ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഈ ഞങ്ങളുടെ വലിയൊരു സിനിമയ്ക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ ടർബോയുടെ പ്രസ് മീറ്റ് ആണ് ഇതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു സിനിമയുമായി ബന്ധമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാനുള്ള കാര്യം ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ Q&A സെഷൻ ഈസ് ഓപ്പൺ. എല്ലാവരും വലിയ ഗൗരവത്തിരിക്കുകയാണ്. എന്താണെന്ന് വിഷയമില്ല, ചിരിക്കാം, സമാധാനമായിട്ടിരിക്കാം, നിങ്ങളൊക്കെ റിലാക്സ് ചെയ്യട്ടെ. നിങ്ങളുടെ മുഖം കാണുമ്പോൾ നമുക്ക് ടെൻഷനാവും. ഒന്ന് നിങ്ങളൊന്ന് ബ്രേക്ക് പിടി. എല്ലാവരും നമുക്കും ഒരു ടെൻഷനാവും. നമ്മൾ എന്ന് കാണുന്നവരല്ലേ. ഇപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പലതരം ജോണറുകളുടെ സിനിമ, ഇപ്പോൾ പുഴു, അതുപോലെ നട്പകൽ നേരത്തെ മയക്കം, റോഷാക്ക്, ഇങ്ങനെ പല ജോണറുകൾ കടന്നുപോയി അവസാനം ഇത് വീണ്ടും ഒരു മാസത്തിലേക്ക് മധുരാജ് പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ഭീഷ്മോറം പോലെ എന്തുമാത്രം പ്രതീക്ഷയുടെ ഒരു ഭാരമുണ്ട് ഇതിലേക്ക്? ഇത് ഈ പറഞ്ഞ പോലത്തെ സിനിമയൊന്നും അല്ല. മാസ സിനിമയാണെന്ന് ഇപ്പോഴും നമുക്കൊരു ബോധ്യമായിട്ടില്ല. ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സിനിമയാണ്. പക്ഷേ മാസരംഗങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, മാസ് സിനിമ ആണോ എന്താണ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം മാസിനും ക്ലാസ്സിനും അത് രണ്ടും ഇല്ലാത്ത ആളുകൾക്കും സാധാരണക്കാർക്കും പാമരനും എന്താ പറയുക പണ്ഡിതനും ഒക്കെ കാണാവുന്ന സിനിമയായിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിൻ്റെ ആർക്കൊക്കെ ഇഷ്ടപ്പെടും ആർക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ആളുകൾ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. അതും ഒരു സന്തോഷവും ഒരു പേടിയുണ്ട്. എന്തേലും ആട്ടെ, ഇവിടെ ഇറങ്ങാൻ പോയി, സാധനം കയ്യിൽ നിന്ന് പോയി, ഇനി
ഇനിയിപ്പോൾ നിങ്ങൾ അമ്പ് വില്ലിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അത് വരുന്നവരെ ആണ്ടെന്നുള്ളത് എനിക്കതിനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ അവസാനം അത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റും അതുകൊണ്ട് ഒന്നും ഇന്നും പറയാതെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം ശ്രമിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഈ ആർട്ടിസ്റ്റായാലും ശരി, ടെക്നീഷ്യനായാലും ശരി, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നമ്മളെ കോപ്പറേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് രാത്രിയും പകലും ലൈറ്റും. സിനിമയുടെ ഒരു ഭൂരിഭാഗം നടക്കുന്ന മേധരാശിയിലാണ്. അവിടെ ഒരു രാത്രി സീനുകൾ ഒരുപാടുണ്ട്. ആളുകൾ രാവിലെ ഉറക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇദ്ദേഹത്തിന് അങ്ങനെ എഴുത്തുകാരനായതുകൊണ്ട് ഡയറക്ടർക്ക് പകരം വന്ന ആളാണ്. അപ്പോൾ അല്ല, എഴുത്തുകാരനോട് ചേർത്ത് ഡയറക്ടറെ കൂടെ ചേർത്ത് വന്നതാണ്. പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. കുറച്ചൊക്കെ ഇനിയിപ്പോൾ സിനിമ നന്നായിപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒന്നുകൂടെ കാണാം. അതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നും പറയാനുള്ള ആരോഗ്യം ഇപ്പോൾ ഇല്ല. നമസ്കാരം മമ്മുക്ക. ഓരോ സിനിമകളും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സക്സസിലേക്ക് ചിലപ്പോൾ എത്തിയെന്ന് വരത്തില്ല. ചിലപ്പോൾ വിചാരിക്കാത്ത സക്സസ് സിനിമ ഇൻഡസ്ട്രിയിൽ പല സിനിമകൾ എടുക്കുമ്പോഴും അങ്ങനെയാണ്. മമ്മൂക്കയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും പ്രേക്ഷകർ വലിയ തോതിൽ കൈനീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സക്സസ്, തുടർച്ചയായിട്ടുണ്ടാകുന്ന സക്സസ് പുതിയൊരു പ്രോജക്റ്റിനെ സമീപിക്കുമ്പോൾ അത് വലിയൊരു പ്രഷറായിട്ട് മാറാറുണ്ടോ? എങ്ങനെയാണ് ആ ഒരു തുടർച്ചയായിട്ടുള്ള സക്സസ് പുതിയ സിനിമകളെ സമീപിക്കുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? സക്സസ് നമ്മൾ തലയിൽ കേട്ടായിരുന്നാൽ മതി. പഴയ നോർമലായിട്ടിരുന്ന ടെൻഷനൊന്നുമില്ല. ഇതിനു മുമ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം എടുക്കാൻ പോകുന്ന സിനിമയാണ്. ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ അടുത്തായിട്ട് അഭിനയിക്കാൻ പോകുന്ന എൻ്റെ ആദ്യത്തെ സിനിമ. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ളു. അത്രയും സ്ട്രെയിനും എഫർട്ടും ആശങ്കകളൊക്കെ ഉള്ള ആളായ സിനിമ സക്സസ് ആകുക. സക്സസ് ജീവിതത്തിലും നമ്മുടെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടാവും. അത് സിനിമ എപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോൾ 42 400 സിനിമകൾ അഭിനയിച്ചത് എല്ലാം സക്സസ്ഫുൾ അല്ല, എല്ലാം ഫെയിലിയറും അല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ സിനിമയിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. സിനിമ അല്ലാതെ വേറെ വഴിയില്ല. സിനിമ എടുക്കുകയോ അഭിനയിക്കുകയോ ചെയ്യണം. അത് ഒടുകയില്ല എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചാൽ ഇറങ്ങല്ലേ. നമ്മളെല്ലാം അങ്ങനെയാണ്. ജീവിതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളോ വിജയങ്ങളൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ആവേശം കൊള്ളിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്താൽ പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോവുകയാണ്. ഞാൻ ഒരുപാട് ഫിലോസഫിയായിട്ട് പോയത്. പണ്ട് ബാനറുകൾ നോക്കിയിട്ടായിരുന്നു എല്ലാവരും സിനിമക്ക് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ വീട്ടിൽ തിരിച്ചു വരുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ മമ്മൂട്ടി കമ്പനി സിനിമ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ അതെ, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ ആ ഒരു വലിയ ബാധ്യതയുണ്ട് സിനിമയ്ക്ക്. എന്ന് വെച്ചാൽ ഈ ആളുകളുടെ നമ്മുടെ കുറച്ച് നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഈ കൂടെ. അപ്പോൾ അതുപോലെ നമ്മൾ ഇറക്കുമ്പോൾ നമ്മൾ നല്ല സിനിമകളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതും ഒരു വലിയ ചുമതലയാണ്. ബാധ്യതയാണെന്ന് ഞാൻ പറയുന്നത്. ഇതൊരു ചുമതലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് നന്നാക്കി എടുക്കേണ്ട ഒരു ചുമതലയുണ്ട് എനിക്ക്. കാരണം വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. വിശ്വാസം നമ്മുടെ ബാധ്യതയല്ല. അപ്പോൾ നമ്മൾ അവരോട് ചുമതലയാണ് നന്നാക്കി എടുക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഈ പറയുന്ന പോലെ അത്യാവശ്യം ഞാനൊക്കെ കളിക്കുന്നുണ്ട്. ആ പ്രവണത ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ബാനറുകൾക്ക് ഒരു പ്രശ്നമല്ല. അല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്നേ. നമ്മൾ ഇപ്പോൾ ആളുകൾ ഇറങ്ങുമ്പോഴേ സിനിമയെ പറ്റിയുള്ള ഒരുവിധം എല്ലാ ഹിസ്റ്ററി